السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين برضا الله، أما بعد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഏറെ ആദരണീയരും ബഹുമാന്യരുമായ കാസർഗോഡിന്റെ പ്രിയപ്പെട്ട ജനപ്രതിനിധികൾ, സംയുക്ത മഹലിന്റെ ഭാരവാഹികൾ, വിശിഷ്ടമായി സദസ്സിനെ തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് അതിലേറെ അതിവിശിഷ്ടവും അതിവൈശിഷ്ട്യവുമാക്കിയ പ്രിയപ്പെട്ട പണ്ഡിത വരേണ്യരെ, പ്രിയ സഹോദരങ്ങളെ, പരിമിതമായ ഒരു സമയത്തിന്റെ ഉള്ളിൽ കൃത്യമായ ഉത്തരവാദിത്വ ബോധം നിർവഹിക്കേണ്ടതുള്ളതുകൊണ്ട് ആമുഖങ്ങളൊന്നുമില്ലാതെ, മുഖവുരകളില്ലാതെ, ആമുഖത്തിന് ആവർത്തന വിരസതയില്ലാതെ പറഞ്ഞാൽ പശ്ചിമേഷ്യയെ മുഴുവനും കലാപകലുഷിതമാവുകയും അതീവ ദുഃഖകരമായ യുദ്ധത്തിലേക്ക് തള്ളിവിടുകയും ചെയ്ത, ലോകമാസമാനം മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത, മനുഷ്യഹൃദയത്തിൽ തീരാത്ത വേദനകൾ പടർത്തിയ, ഏതാണ്ട് 3/4 നൂറ്റാണ്ടിലധികമായി അടിസ്ഥാന അവകാശങ്ങളും സൗകര്യങ്ങളും നിഷേധിക്കപ്പെട്ട ലോകത്തിലെ ഏറ്റവും മർദ്ദിതരും പീഡിതരും അവശരും നിരാലംബരും നിരാശ്രയരും നിദ്രാവിഹീനരുമായ ഒരു ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനാണ് ഈ സായാഹ്നത്തിൽ നാം കടന്നു വരുന്നത്. ആ ജനതയുടെ പേര് ഫലസ്തീൻ ജനത എന്നാണ്. ധാരാളമായി കഴിഞ്ഞ കാലങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട നിരൂപണങ്ങളും വാക്കുകളും ചർച്ചകളും പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ കേട്ട നമ്മുടെ മുമ്പിൽ, നമ്മുടെ ഇടയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ഈ ഫലസ്തീൻ ഇസ്രയേൽ പ്രശ്നത്തിൽ ഫലസ്തീൻ ആരുടേതാണ്? ഇസ്രയേലിന് അവകാശപ്പെട്ടതാണോ ഫലസ്തീനികൾക്ക് അവകാശപ്പെട്ടതാണോ എന്ന ഒരു ചർച്ച ഇത്രയും കാലങ്ങളായി, കഴിഞ്ഞ കുറെ നൂറ്റാണ്ടുകളായി നമ്മുടെ കേരളത്തിന്റെ സാഹചര്യങ്ങളിൽ കടന്നു വന്നിട്ടില്ല. നമ്മെ ഏറ്റവും ഭീതിപ്പെടുത്തുന്ന ഒരു വസ്തുത, നമ്മുടെ ജനപ്രതിനിധികൾ അടക്കം ഇവിടെ ഇരിക്കുമ്പോ നമ്മുടെ MP രാജ്മോഹൻ ഉണ്ണിത്താൻ സാറുണ്ട്, എന്റെ പ്രിയപ്പെട്ട എന്നെ നെല്ലിക്കുന്നല്ല മെല്ലയുണ്ട്, AK അശ്റം സാഹിബുണ്ട്. നമ്മുടെ ജനാധിപത്യത്തിന്റെ കോവിലുകളിൽ നിരന്തരമായി ജനാധിപത്യ ശബ്ദത്തിന് നൈരന്തര്യമായ നിലനിൽപ്പിന് വേണ്ടി പോരാട്ടം നടത്തുന്നവർ, അവരെല്ലാവരും ആകുലതപ്പെടുത്തുന്നത് കഴിഞ്ഞ ഒരു 5 വർഷക്കാലത്തിനപ്പുറം കേരളത്തിന്റെ ജനത, ഒരു 10 വർഷക്കാലത്തിനു മുമ്പ് കേരളത്തിന്റെ ജനത മുഴുവനും ഒന്നടങ്കം ഫലസ്തീനൊപ്പമായിരുന്നു. എപ്പോഴാണ് നമ്മുടെ ഈ കേരളത്തിൽ പോലും, രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള കേരളത്തിൽ പോലും, ഇസ്രയേൽ അനുകൂല മുദ്രാവാക്യങ്ങളും ചർച്ചകളും കടന്നു വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഫലസ്തീനിൽ ഒരു പ്രയാസം നടന്നാൽ, പ്രശ്നം നടന്നാൽ, കാസർഗോഡ് മാലിക് ദീനാറിലെ ഒരു സായാഹ്നത്തിൽ എന്തിനാണ് കാസർഗോഡുകാർ ഒരുമിച്ച് കൂടുന്നത് എന്ന ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണത്. കാരണം കേരളത്തിന്റെ മനസ്സൊരിക്കലും ഇസ്രയേലിനൊപ്പം പോയിട്ടില്ല. ഇന്ത്യയുടെ മനസ്സൊരിക്കലും ഇസ്രയേലിനൊപ്പം പോയിട്ടില്ല. ആ ഇന്ത്യയുടെ മനസ്സ് ഫലസ്തീനൊപ്പമാണ്. പ്രബുദ്ധ കേരളത്തിന്റെ മനസ്സ് ഫലസ്തീനൊപ്പമാണ്. ഇന്ന് നമ്മുടെ ചാനൽ ചർച്ചകളിൽ പോലും 2000 വർഷങ്ങൾക്കപ്പുറത്തേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഫലസ്തീൻ ഇസ്രയേലിന്റേതാണ് എന്ന് സ്ഥാപിക്കുന്ന ചരിത്ര യാഥാർത്ഥ്യങ്ങളെ, വളരെ മനോഹരമായി നുണക്കഥകളെ അവതരിപ്പിക്കപ്പെടുമ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത്, നാം ഈ ചരിത്രത്തിൽ 2000 വർഷത്തിന് അപ്പുറത്തെ ചരിത്രമല്ല നാം നോക്കേണ്ടത്, മനുഷ്യൻ നോക്കേണ്ടത് ഇപ്പോൾ നമ്മുടെ കൺമുമ്പിൽ നടക്കുന്ന ചരിത്രം എന്താണ്, ഇപ്പോൾ നമ്മുടെ കണ്ണിൽ കാണുന്നത് എന്താണ്. 2000 വർഷത്തെ ചരിത്രത്തിന്റെ ഇന്നലകളെ നാം പരതി പോകുമ്പോഴും ചരിത്രം പഠിക്കണം. ചരിത്ര മഹാനായ അധ്യാപകനാണെന്ന് വില്യം ഷേക്സ്പിയർ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഇന്നലകളുടെ പ്രയാണങ്ങളെ നാം മനസ്സിലാക്കുന്നത് ചരിത്രത്തിലൂടെയാണ്. ആ ചരിത്രത്തെ വളച്ചൊടിക്കപ്പെടുന്ന, വക്രീകരിക്കപ്പെടുന്ന ഒരു കാലത്ത് 2000 വർഷങ്ങൾക്ക് പുറത്തേക്കല്ല, ഇപ്പോൾ നമ്മുടെ കൺമുമ്പിൽ കണ്ടുകൊണ്ട് നിൽക്കുന്ന, മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത, മനുഷ്യന് കാണാൻ കഴിയാത്ത ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെ പെടച്ചില് കണ്ടിട്ട് കണ്ണുകൾ തിരിച്ചു പോകുന്ന അവസാനം ആ ഫലസ്തീനിലെ മക്കൾ നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ പോലും അൽഷിഫ ഹോസ്പിറ്റലിന്റെ ഇൻക്യുബേറ്ററിൽ ശ്വാസം കിട്ടാതെ പെടഞ്ഞ് ഈ ഭൂമിയുടെ വെളിച്ചം കാണുന്നതിന് മുമ്പേ കോഴിക്കുഞ്ഞുങ്ങളെ പോലെ പെടഞ്ഞു മരിക്കുന്ന പിഞ്ചു പൈതങ്ങളുടെ
ചിത്രം കണ്ട് കാണാൻ കഴിയാതെ തന്റെ മക്കളെ കെട്ടിപ്പിടിച്ച് കാസർഗോഡ് ഒരു കൂരയിലിരുന്ന് ഒരു മനുഷ്യന് കരയേണ്ടി വരുന്നുവെങ്കിൽ മനുഷ്യന്റെ മനസ്സാക്ഷിയെ അത്രമേൽ പിടിച്ചു കുലുക്കുന്ന വിധം, ഇതിനു മുമ്പൊന്നും കാണാത്ത വിധം അസുരനായാട്ട് നടത്തുന്ന ഒരു കാലം. ആരാണ് നടത്തുന്നത്? ഇസ്രയേലികൾ. ആരാണ് ഇസ്രയേലികൾ? അവർ പറയുന്നത് ഒക്ടോബർ 7-ാം തീയതി ഹമാസ് നടത്തിയ ഒരാക്രമണത്തിന്റെ പേരിലാണ് ഈ യുദ്ധം നടന്നത് എന്നാണ്. ഞാനിവിടെ ഓർമ്മിപ്പിക്കുന്നത് ഒക്ടോബർ 7-ന് ഏകപക്ഷീയമായി നടന്നതല്ല. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പോലും പറഞ്ഞു അത് കേവലം ഒക്ടോബർ 7-ന് ഒന്നുമില്ലാതെ നടത്തിയ ഒരു പ്രത്യാക്രമണമല്ല. ആ ഒക്ടോബർ 7-ന് മുമ്പ് ഹമാസ് അങ്ങോട്ട് പോയി വാങ്ങിച്ചതാണെന്നൊക്കെ പറഞ്ഞ് ഇമോജി ഇടുന്നവരോട് നിങ്ങൾ ഈ ചരിത്രത്തിന്റെ ഇന്നലകളൊന്ന് പഠിക്കണം. ഞാൻ ഏറെ പരത്തി പറയുന്നില്ല. എനിക്ക് ശേഷം ബഹുമാന്യപ്പെട്ട പ്രഭാഷകര് പറയേണ്ടതുള്ള പ്രഭാഷണമാണ് അത്യുത്തമം എന്ന ആപ്തവാക്യം അങ്ങനെ തന്നെ ഞാൻ എന്റെ പ്രഭാഷണത്തിലേക്ക് ചേർത്ത് വെച്ച് നിങ്ങളോട് ഓർക്കാൻ, കുരിശ് യുദ്ധത്തിൽ 60 ലക്ഷത്തോളം വരുന്ന ജൂതന്മാരെ യാതൊരുവിധ ദാക്ഷിണ്യമില്ലാതെ കൊന്നത് കുരിശ് യുദ്ധം നയിച്ച ക്രിസ്ത്യാനികളാണ്. വേണ്ട, ഹംഗറി കൊന്നിട്ടുണ്ട് ജൂതന്മാരെ. ലോകം കണ്ട ഏറ്റവും വലിയ ഏകാധിപതിയും സർവാധിപതിയും സ്വേച്ഛാധിപത്യത്തിന്റെ അടയാളമായിട്ട് പറയുന്ന ലോകത്തിലെ ഒരു ദുഷ്ടമനസ് ചെങ്കോലും കിരീടവും ധരിച്ച് സിംഹാസനത്തിലിരുന്നു എന്ന് പറയുന്ന ഇന്നലകളിൽ കടന്നുപോയ മനുഷ്യവംശത്തിന്റെ ചരിത്രത്തിൽ ഏകാധിപത്യത്തിന്റെയും സർവാധിപത്യത്തിന്റെയും സ്വേച്ഛാധിപത്യത്തിന്റെയും അടയാളമായി പറയുന്ന സാക്ഷാൽ നാസി ജർമ്മനിയുടെ രാഷ്ട്രപിതാവ് അഡോൾഫ് ഹിറ്റ്ലർ 60 ലക്ഷത്തോളം വരുന്ന ജൂതന്മാരെയാണ് കൊന്നുകളഞ്ഞത്. കൊന്നൊന്നു മാത്രമല്ല, വെറുതെ കൊല്ലുകയല്ല, ഇടനെഞ്ചിലേക്ക് വെടിയുതിർത്തി കൊന്നതല്ല, കരിമരത്തിൽ തൂക്കി കൊന്നതല്ല, വാളുകൊണ്ട് വെട്ടിക്കൊന്നതല്ല. നാസി ജർമ്മനിയുടെ ഗ്യാസ് ചേമ്പറുകളുടെ ഉള്ളിൽ തീ കൊളുത്തി 60 ലക്ഷത്തോളം വരുന്ന ജൂതന്മാരെ കൊന്നൊടുക്കിയ ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂരനായ ഭരണാധികാരി അഡോൾഫ് ഹിറ്റ്ലറാണ്. ആ ഹിറ്റ്ലർ അന്ന് ലോകത്തുണ്ടായിരുന്ന 95% ജൂതന്മാരെയും ഗ്യാസ് ചേമ്പറിലിട്ട് കത്തിച്ചു കൊന്നു. ആളുകൾ പറഞ്ഞു ഈ ഹിറ്റ്ലർ എത്ര ക്രൂരനാണ്, ഈ ഹിറ്റ്ലർ എത്ര മനുഷ്യത്വരഹിതമാണ്. പക്ഷെ 5% വരുന്ന ജൂതന്മാരെ ഹിറ്റ്ലർ പറഞ്ഞു ഇവരെ ഞാൻ കൊല്ലില്ല. എന്തിനെന്നറിയോ? പിൽക്കാലത്ത് വരുന്ന മനുഷ്യചരിത്രം പഠിക്കുമ്പോ 95% ജൂതന്മാരെ ഗ്യാസ് ചേമ്പറിലിട്ട് കൊന്ന ഹിറ്റ്ലറിനെ ആരെങ്കിലും ക്രൂരനെന്ന് വിളിക്കുന്നെങ്കിൽ ഈ 5% ഞാൻ ഇവിടെ ബാക്കി വെക്കും. അവർ ഈ ലോകത്ത് കാണിക്കുന്ന ക്രൂരതകളും പൈശാചികതയും കാണുമ്പോ അന്ന് ചരിത്രം പറയും ഹിറ്റ്ലർ ചെയ്തത്, അഡോൾഫ് ഹിറ്റ്ലർ ചെയ്തത് ഒരു സൽക്കർമ്മമായിരുന്നു എന്ന്. യഥാർത്ഥത്തിൽ ഈ സായാഹ്നത്തിൽ ലോകം കണ്ട ക്രൂരതയുടെ തുല്യതയില്ലാത്ത പര്യായമായ അഡോൾഫ് ഹിറ്റ്ലറിനോട് ഒരല്പനേരമെങ്കിലും മനസ്സിലൊരു ബഹുമാനം തോന്നുന്നെങ്കിൽ ആ 95% ലോകത്തിന്റെ സമാധാനം കെടുത്തിയ, രാജ്യത്തിന്റെ സ്വസ്ഥത കെടുത്തിയ, ഏകാധിപത്യവാദത്തെ പ്രോത്സാഹിപ്പിച്ച വാഗ്ദത്ത രാജ്യമെന്ന് പറഞ്ഞ് ഒരു രാഷ്ട്രങ്ങളെ മുഴുവനും തകർത്തെറിഞ്ഞ ദൂതന്മാരെ ആ ഹിറ്റ്ലർ കൊന്നത് അവർ ഈ രാജ്യത്തിന്റെ സമാധാനം കെടുക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ നാനാഭാഗത്തും ഹിറ്റ്ലർ കൊന്നൊടുക്കി കുറെ എണ്ണത്തിന്, ഹംഗറി കൊന്നൊടുക്കി, ഫ്രാൻസ് കൊന്നൊടുക്കി, അമേരിക്ക അടക്കം കൊന്നൊടുക്കി. അവസാനം ലോകത്തിന്റെ ഒരു രാജ്യത്തും നിൽക്കാൻ കഴിയാതെ ഈ ക്രൂരന്മാരായ ജനതയെ ആളുകൾ കൊല്ലാൻ തുടങ്ങി. ജൂതായുസത്തെ എന്തുകൊണ്ട്? കയ്യിലിരിപ്പ് കൊണ്ട്. എന്തുകൊണ്ടാണ് ഹിറ്റ്ലർ കൊന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അൽഷിഫ ഹോസ്പിറ്റലിലെ ഇൻക്യുബേറ്ററിൽ കിടന്ന് പിഞ്ചു പൈതങ്ങൾ പെടയുന്നത് കാണുമ്പോ, IC യൂണിറ്റിൽ ഒരു ശ്വാസത്തിന് വേണ്ടി പാവപ്പെട്ട മനുഷ്യന്റെ നെഞ്ചുയർന്നു താടുന്നത് കാണുമ്പോ, കൈകാലുകൾ നഷ്ടപ്പെട്ട വേദനയിൽ ഉമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് മകൻ പൊട്ടിക്കരയുന്നത് കാണുമ്പോ, തകർന്നടിഞ്ഞു പോയ തന്റെ പ്രിയപ്പെട്ട മകന്റെ മൃതദേഹം അന്വേഷിച്ച് തകർന്നടിയുന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളുടെ പൊള്ളിപ്പോയ കോൺക്രീറ്റ് ഭിത്തികളെ മാറ്റിവെച്ച് ആ കാണുന്ന തകർന്നടിയുന്ന കെട്ടിടത്തിന്റെ അവശിഷ്ടത്തിൽ മാറ്റിവെച്ച കോൺക്രീറ്റ് തൂളുകളുടെ ചെറിയ വെളിച്ചത്തിലൂടെ തന്നെ നാവിട്ട് അബ്ദുല്ലാ, മോനെ അബ്ദുല്ലാ, തകർന്നു കിടക്കുന്ന കെട്ടിടത്തിന്റെ അവശിഷ്ടത്തിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും എന്റെ പൊന്നുമോന്റെ അവസാനത്തെ സ്വരം കേൾക്കാൻ കഴിയുമോ എന്ന് ഒരു പാവപ്പെട്ട പിതാവ് നെഞ്ച് തകർന്ന് വിളിക്കുമ്പോ, ആ കുനിഞ്ഞു നിന്ന് അവശിഷ്ടത്തിന്റെ ഇടയിൽ തന്റെ മകന്റെ അവസാനത്തെ ശബ്ദം നോക്കുന്ന പിതാവിന്റെ ഇടനെഞ്ചിലേക്ക് സ്നിപ്പറുകളും യന്ത്രത്തോക്കുകളും ഗർഹിക്കുമ്പോ ഈ സമൂഹത്തെ ഹിറ്റ്ലർ കൊന്നതിന് എന്താണ് നമ്മൾ മറുപടി പറയുക? മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോയവർ,
കിരാതന്മാർ, ക്രൂരന്മാർ, ഇവരെ ഒരു രാഷ്ട്രവും സ്വീകരിച്ചില്ല. നിങ്ങൾ മനസ്സിലാക്കണം എങ്ങനെയാണ് ഈ ഇസ്രയേൽ ഉണ്ടായതെന്ന്. അന്ത്യചർച്ചകളിലെ, ചാനൽ ചർച്ചകളിലെ അസത്യങ്ങളെ സത്യത്തിന്റെ മേമ്പടി ചേർത്ത് പറയുന്ന ശൃഗാല ബുദ്ധികളുടെ കഥകളല്ല ഞാൻ പറയുന്നത്. അന്ത്യചർച്ചകളിൽ എങ്ങനെയാണ്? നമ്മുടെ രാജ്മോഹൻ ഉണ്ണിത്താൻ, അദ്ദേഹം MP ആണ്, പക്ഷെ എന്റെ നാട്ടുകാരനാണ്, ഞങ്ങൾ കൊല്ലംകാരാണ്. അതുകൊണ്ടാണ് വാക്കുകൾക്ക് ഇത്ര മൂർച്ച. ആ മൂർച്ചയ്ക്ക്, കൊല്ലത്തിന്റെ വാക്കുകൾക്ക് ഇത്ര മൂർച്ച കൂടും. അതുകൊണ്ട് നിങ്ങൾ സദയം എന്നോട് ക്ഷമിക്കുക. എങ്ങനെയാണ് എന്റെ വാക്കിന് മൂർച്ച കേൾക്കാതിരിക്കുക? ഈ പിഞ്ചു കുഞ്ഞുങ്ങളുടെ നിലവിളി കേൾക്കുമ്പോ, നട്ടപ്പെട്ട ഉമ്മമാരുടെ നെഞ്ചത്തിന്റെ വിലാപം കേൾക്കുമ്പോ ഞാൻ മനുഷ്യനാണ്. ചങ്ങമ്പുഴ പറഞ്ഞതുപോലെ എന്റെ മനസ്സിൽ മനുഷ്യത്വം മരവിച്ചിട്ടില്ല. ഫലസ്തീനിലെ പിഞ്ചു കുഞ്ഞുങ്ങളെ ഒത്തന്റെ കണ്ണ് നിറയുന്നുവെങ്കിൽ ആ ക്രൂരന്മാരായ ഇസ്രയേലിന്റെ ചരിത്രം സംക്ഷിപ്തമായി പറഞ്ഞാൽ, ഇவ்விதം നടന്നുപോയ രാജ്യത്തിൽ മുഴുവനും അവരെ ആളുകൾ കൊന്നൊടുക്കി. ലോകത്തിന്റെ എല്ലാ രാഷ്ട്രങ്ങളെയും അവിടെ ആട്ടി ഓടിക്കപ്പെട്ടപ്പോ, രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ കാലഘട്ടത്തിൽ ജൂതന്മാരെ കാണുന്നിടത്ത് വെടിവെച്ച് കൊല ചെയ്യപ്പെട്ട് അവസാനം ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും കയ്യിലിരിക്കുന്ന പൈശാചികതയുടെ കാരണത്താൽ ആട്ടിയോടിക്കപ്പെട്ട ജൂതന്മാർ യൂറോപ്പിലേക്ക് കുടിയേറി, അമേരിക്കയിലേക്ക് കുടിയേറി, ബ്രിട്ടനിലേക്ക് കുടിയേറി, ഹംഗറിയിലേക്ക് കുടിയേറി, ആസ്ട്രേലിയയിലേക്ക് കുടിയേറി. സ്വാഭാവികമായി സമാധാനത്തോടെ ജീവിച്ച നമ്മുടെ നാട്ടിലേക്ക് ഈ കാപാലികന്മാര് കടന്നു വന്നപ്പോ അമേരിക്ക ഭയന്നു, ഹംഗറി ഭയന്നു, ഓസ്ട്രേലിയ ഭയന്നു, ബ്രിട്ടൻ ഭയന്നു. സ്വാഭാവികമായും ഇവര് നമ്മുടെ രാജ്യത്ത്, ഇവരുടെ തലമുറകൾ വളർന്നു വന്നാൽ നമ്മുടെ ജനാധിപത്യവും നമ്മുടെ അവകാശങ്ങളും മനുഷ്യാവകാശങ്ങളും ഇതേപോലെ ലംഘിക്കപ്പെടുമെന്ന് മനസ്സിലാക്കിയ യൂറോപ്യൻ യൂണിയൻ അവരെല്ലാവരും കൂടി ഐക്യരാഷ്ട്രസഭയിൽ പ്രമേയം പാസാക്കി. ഐക്യരാഷ്ട്രസഭ എന്ന് പറഞ്ഞാൽ ആരുടേതാണ്? തുർക്കി രാജവംശത്തിന്റെ, ഒട്ടോമാൻ തുർക്കിയുടെ പതനത്തിന് ശേഷം ഐക്യരാഷ്ട്രസഭയുടെ ലോകത്തിന്റെ കോളനിവൽക്കരണത്തിന്റെ മേധാവിത്വം ബ്രിട്ടന്റെയും അമേരിക്കയുടെയും കയ്യിലായി. സ്വാഭാവികമായും ഐക്യരാഷ്ട്രസഭയെ നിയന്ത്രിക്കുന്ന ബ്രിട്ടനും അമേരിക്കയുമായി. ആ ബ്രിട്ടനും അമേരിക്കയും യൂറോപ്യൻ രാഷ്ട്രങ്ങളും ഒന്നു ചേർന്ന് തങ്ങളുടെ പറമ്പുകളിൽ അടിഞ്ഞുകൂടിയ മാലിന്യത്തെ വേറൊരു പറമ്പിൽ ഒന്നിച്ചു കൊണ്ടുപോയി നിർത്താൻ വേണ്ട പരിപാടിയാണ്. ആ സമയത്ത് തിയോഡാർ ഹർസൽ എന്നു പേരുള്ള ഹംഗറിക്കാരൻ അഖില ലോക ജൂതന്മാരെ സംഘടിക്കൂ, വാഗ്ദത്ത ഭൂമി സ്വന്തമാക്കൂ എന്ന് പറഞ്ഞ് ലോകത്ത് ചിതറിത്തെറിച്ച് കിടക്കുന്ന ജൂതന്മാർക്ക് മുഴുവനും സ്വന്തമായൊരു ജൂതരാഷ്ട്രം വേണമെന്ന ഒരു വലിയ മുദ്രാവാക്യം മുടക്കപ്പെടുകയും ഐക്യരാഷ്ട്രസഭയിൽ അത് ചർച്ച ചെയ്യപ്പെടുകയും അമേരിക്കയുടെ ജാരസന്താനമായി ഇസ്രയേൽ അങ്ങനെയാണ് പറഞ്ഞത്. നല്ല വേളിയിൽ പറഞ്ഞതല്ല, നല്ല കെട്ടിൽ പറഞ്ഞതല്ല. അമേരിക്കയുടെയും ബ്രിട്ടന്റെയും തിട്ടൂരം കേട്ട് പേടിച്ചു പോയ രാഷ്ട്രങ്ങൾ മുക്കിയപ്പോ അന്ന് ലോകത്ത് ചിതറിക്കിടക്കുന്ന മുഴുവൻ ജൂതന്മാർക്കും ഒരൊറ്റ രാഷ്ട്രം വേണമെന്ന് ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചു. അതിനവര് കണ്ടുപിടിച്ച സ്ഥലമാണ് ഖുദ്സിന്റെ ഭൂമി. ഖുദ്സിന്റെ ഭൂമി. അവരുടെ പുറകിൽ ഏറ്റവും വലിയ ലക്ഷ്യമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക സാംസ്കാരിക ചിഹ്നങ്ങളെ തകർത്തെറിയാൻ. ഇത് യൂറോപ്പിന്റെ അജണ്ടയാണ്. സൗദി അറേബ്യ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക ഇസ്ലാമിക പൈതൃകമുള്ള രാജ്യമാണ് ഇറാഖ്. അഫ്ഗാൻ തകർത്തെറിഞ്ഞു. എല്ലാ ചരിത്രത്തിന്റെ സ്മൃതികളെയും തകർത്തെറിഞ്ഞു. അത് തന്നെയാണ് നമ്മുടെ ഇന്ത്യയിലും. അക്ബറിന്റെ പേര് മാറ്റി, ആ റോഡിന്റെ പേര് മാറ്റി, ആ സ്റ്റേഡിയത്തിന്റെ പേര് മാറ്റി. പക്ഷേ ആ പേര് മാറ്റാനല്ല, അതിന്റെ പുറകിലെ ചരിത്രത്തിന്റെ പാരമ്പര്യ പൈതൃകത്തെ തകർക്കാൻ കഴിയില്ല. ആ ഇസ്ലാമിന്റെ സാംസ്കാരിക ചിഹ്നങ്ങളെ തകർക്കാൻ ഈ ജൂതന്മാർക്ക് വേണ്ടി ഫലസ്തീൻ എന്ന ഭൂമിയെ വിഭജിച്ചു. 1948 വരെ ലോകത്തിന്റെ ഭൂപടത്തിൽ ഇസ്രയേൽ എന്ന് പറയുന്ന ജാരസന്തതിയുടെ ഒരു രാഷ്ട്രമില്ല. അങ്ങനെ ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച പ്രമേയം ഈ രാജ്യത്തെ രണ്ടായി പകർത്തുക. 33% വരുന്ന ജൂതന്മാർക്ക് ഈ ഫലസ്തീനിന്റെ 55% ഭൂമി, 67% വരുന്ന അറബികൾക്ക് 45% ഭൂമി. ഈ കണക്ക് ശരിയാകാതെ വന്നപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. ഒരു രാജ്യത്തെ രണ്ടായി പകർത്ത് ജൂതന്മാർക്ക് രാഷ്ട്രം കൊടുത്തപ്പോ 33% വരുന്ന ജൂതന്മാർക്ക് 55% ഫലസ്തീനിന്റെ ഭൂമി, 67% വരുന്ന അറബികൾക്ക് 45% ഭൂമി. തങ്ങൾ ഒരു വ്യാഴവട്ടക്കാലം മുഴുവനും കഷ്ടപ്പെട്ട് പണിയെടുത്ത് തങ്ങൾ ഉണ്ടാക്കിയ സ്വത്ത് വീതിച്ചപ്പോ അതിൽ നീതി നിഷേധിക്കപ്പെട്ടപ്പോഴാണ് ഫലസ്തീനിലെ അറബികൾക്ക് ആഗോള വ്യാപകമായി അടിച്ചമർത്തപ്പെടുന്ന ജൂത സമൂഹത്തിന് കിടക്ക
കിടക്കാൻ സ്ഥലവും ചുട്ടടക്കാൻ ഭക്ഷണവും കൊടുത്ത പാവപ്പെട്ട അറബികളെ ചതിച്ചു യൂറോപ്യൻ യൂണിയൻ. അവർക്ക് സ്വന്തം ഭൂമി നഷ്ടപ്പെട്ടു പോയി. ആ ചതി മനസ്സിലായപ്പോഴാണ് ഈജിപ്തിന്റെയും ലെബനോനിന്റെയും ലിബിയയുടെയും നേതൃത്വത്തിൽ ആദ്യമായി ദ 6 Day വാർ എന്ന് പറയുന്ന 6 ദിവസം നീണ്ടുനിന്ന യുദ്ധമുണ്ടാകുന്നത് ആദ്യമായി. അമേരിക്കയെയും ബ്രിട്ടന്റെയും സഹായത്തോടെ ഇസ്രയേൽ അതിനെ തോൽപ്പിച്ചു എന്ന് മാത്രമല്ല, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്കറിയോ ഒരു രാജ്യത്തെ രണ്ടായി ഭാഗിച്ചപ്പോ ആ ഭാഗിക്കപ്പെട്ട രാജ്യത്ത് നൂറ്റാണ്ടുകളായി പതിറ്റാണ്ടുകളായി ജീവിച്ച മുസ്ലിമീങ്ങളായ ഫലസ്തീനികൾ അവർ ഫലസ്തീനിലേക്ക് പോകേണ്ടി വന്നു. ഇസ്രയേലിന് വേണ്ടി അനുവദിക്കപ്പെട്ട സ്ഥലത്ത് പതിറ്റാണ്ടുകളായി പാടുപെട്ടുണ്ടാക്കിയ സമ്പത്തും വീടും ഉപേക്ഷിച്ചിട്ട് അവർ ഫലസ്തീനിലേക്ക് പോകേണ്ടി വന്നു. ഇന്ത്യ പാക് വിഭജനത്തിന് സമാനമായ വിഭജനം. അത് കഴിഞ്ഞപ്പോൾ ഐക്യരാഷ്ട്രസഭയിൽ ഒരു നിയമം പാസാക്കി, ദ ആബ്സെന്റ് ലാൻഡ് ലോ എന്ന് പറഞ്ഞാൽ അതേവരെ ഇസ്രയേലിന്റെ അതിർത്തിയിൽ താമസിച്ച് അവിടെ നിന്ന് ഫലസ്തീനിലേക്ക് പോയപ്പോ അവിടെ ഉണ്ടായിരുന്ന ഫലസ്തീനികളുടെ മുഴുവൻ സ്വത്തും ഇസ്രയേലുകാർക്കാണ്. ഇനി ഇസ്രയേലികൾക്കാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയോ, ഫലസ്തീനിലിരുന്ന് കുദുസിലിരുന്ന് ഗസയിലിരുന്നിട്ട് അവർ മിസൈൽ എറിയുമ്പോ മറുഭാഗത്തെ വൻമതിലിന്റെ മുകളിൽ അവർ കാണുന്നത് അവർ പതിറ്റാണ്ടുകളായി പടുത്തെടുത്ത ഭൂമിയാണ്, അവരുടെ വീടുകളാണ്, അവരുടെ പിതാവിന്റെ കബറിടങ്ങളാണ്. അതിനെ വിഭജിക്കപ്പെട്ട് ഫലസ്തീൻ വന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്നു മുതലാണ് ഈ യുദ്ധത്തിന്റെ തുടക്കം. 2000 വർഷത്തെ ചരിത്രമല്ല. 1948 മുതൽ ഇസ്രായേൽ ഫലസ്തീൻ എന്ന് പറയുന്ന കൊച്ചു രാജ്യത്തെ അവിടെ പിന്നെ രണ്ടായി. ഒന്ന് ഹമാസ്, ഒന്ന് ഫത്തഹ് പാർട്ടി. അതാണ് ഇവിടെ നേരത്തെ താക്ക ഉസ്താദ് ചോദിച്ച് പറഞ്ഞത്. ഹമാസ് എന്ന് പറയുന്ന രാജ്യത്തെ ഭീകര രാഷ്ട്രമായി പറയാം. ഹമാസ് ഭീകരന്മാരാണ്. നിങ്ങൾക്ക് ആർക്കാണ് സഹോദരങ്ങളെ കേരളത്തിലെ തിടുക്കം ഹമാസിനെ ഭീകരരാക്കാൻ? ഫലസ്തീനിലെ ജനതകളിൽ ഒരാൾ പോലും കൈകാലുകൾ വെട്ടിമുറിക്കപ്പെടുമ്പോഴും ഇടനെഞ്ചിലേക്ക് വെടിയുണ്ടകൾ തുളച്ചു കയറുമ്പോഴും സ്വന്തം മക്കളെ തങ്ങളുടെ മുമ്പിൽ കഫൻ പൊതിയപ്പെടുമ്പോഴും സ്വന്തം വീടുകൾ അടിച്ച് തകർക്കപ്പെടുമ്പോഴും ഞങ്ങളുടെ ഈ ദുരവസ്ഥയ്ക്ക് കാരണം ഹമാസ് ആണെന്ന് ഒരു ഫലസ്തീനി പോലും പറയാത്തടത്തോളം കാലം നിങ്ങൾക്കെന്തിനാണ് ഹമാസിനെ കുറിച്ച് മറുഭാഗത്തേക്ക് കൊണ്ടുപോകേണ്ടത്? ഫലസ്തീനികൾ ആരെങ്കിലും കഴിഞ്ഞ വോട്ടെടുപ്പിൽ ഫലസ്തീനിൽ ഏറ്റവും ഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടത് ഹമാസാണ്. ഫലസ്തീനികൾക്കില്ലാത്ത ആവേശം. അതുകൊണ്ട് സമുദായ സേവനത്തിന്റെ മൂടുപടമണിഞ്ഞ മലങ്കടുകന്മാർ ശൃഗാല ബുദ്ധിയോടെ ദ്വിമാനമുഖത്തിന്റെ പദ്ധതികളുമായി സമൂഹത്തിന്റെ ഇടയിൽ വേർതിരിവുണ്ടാക്കിയാൽ ആരാണ് ഹമാസ് എന്നറിയോ? ആ ഹമാസിനെ കുറിച്ച് പറയണമെങ്കിൽ സമയം പരിമിതമാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആരാണ് ഹമാസ് എന്ന ചോദ്യത്തിന് ലളിതമായൊരു ഉത്തരം നൽകാം. ബ്രിട്ടീഷ് അധിനിവേശം ഇന്ത്യയുടെ മുമ്പിൽ കാലുകുത്തിയപ്പോ ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയ ജനത 2 വിഭാഗമായി. ഒന്ന് ഗാന്ധിജി അഹിംസയെ കുറിച്ച് പറഞ്ഞു. ആ ഭാഗത്ത് സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞു, പാടില്ല, നമ്മുടെ രാജ്യത്തെ പിടിച്ചടക്കിയ, നമ്മുടെ മണ്ണുകളെ നമുക്ക് നഷ്ടപ്പെടുത്തിയ, നമ്മുടെ സഹോദരങ്ങളുടെ മാനവം നഷ്ടപ്പെടുത്തിയ, തങ്ങളുടെ കുടുംബത്തെ തകർത്ത് കളഞ്ഞ ഈ ജനതക്കെതിരെ സായുധ സമരം നടത്തണമെന്ന് സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ് ആ നിലപാടിനെ ഇന്ത്യയുടെ ജനത ചേർത്ത് പിടിച്ചു. ഹമാസ് പറഞ്ഞത് അതാണ്. യാസർ അറഫാത്ത് പറഞ്ഞു, PLO രൂപീകരിച്ച് യാസർ അറഫാത്ത് സമാധാനത്തോടെ നമുക്ക് യുദ്ധം നടത്താം, സമാധാനത്തോടെ നമുക്ക് മുമ്പേടാം. പക്ഷേ യാസർ അറഫാത്തിന്റെ നേതൃത്വത്തിൽ ആദ്യമായി ഇസ്രയേലും ഫലസ്തീനും തമ്മിൽ സമാധാനത്തിന്റെ കരാർ ഒപ്പിട്ടു. ഹമാസിനോട് പറഞ്ഞു, സംയമനം വേണം, സമചിത്തത വേണം, വൈകാരിക വിക്ഷുബ്ധതയുടെ പാടില്ല എന്ന് പറഞ്ഞ് ഫലസ്തീനിലെ ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെ പ്രസിഡന്റ് യാസർ അറഫാത്ത് സമാധാന കരാർ ഒപ്പിട്ടു. അതിന്റെ പേരാണ് ഓസ്ലോ കരാർ. നമുക്ക് സമാധാനത്തോടെ പോകാം. അങ്ങനെ ഇസ്രയേലുമായി സമാന കരാർ ഒപ്പിട്ട് പിറ്റേ ദിവസം യാസർ അറഫാത്ത് തന്റെ ടെല്ലവീവിൽ നിന്ന് ഫലസ്തീനിലേക്ക് യാത്ര ചെയ്യുമ്പോ വഴിയിലുള്ള ചെക്ക് പോസ്റ്റുകളിൽ പൂച്ചക്കണ്ണുള്ള ജൂതന്മാർ. ഞാൻ നിങ്ങളോട് പറയുന്നത്, ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഫലസ്തീനിൽ ഒന്ന് പോകണം. ഞാനൊരു 3-4 പ്രാവശ്യം പോയി കണ്ടതാണ്. അവിടെ പോയാലേ അതിന്റെ ഭൂരേഖയും ഭൂശാസ്ത്രവും നമുക്ക് മനസ്സിലാവും. ഇവിടെ മനസ്സിലാവില്ല. അവിടെ നിന്ന് ഫലസ്തീനിലേക്ക് പോകുന്ന വഴിയിൽ ചെക്ക് പോസ്റ്റുകളിൽ ആയുധധാരികളായ ഒരു വിഭാഗം ജൂത പട്ടാളക്കാർ അവിടുത്തെ ഫലസ്തീനിലെ ഏറ്റവും അറിയപ്പെട്ട, ലോകം മുഴുവനും അറിയപ്പെടാത്ത ആളല്ല, മിസ്സിസ് ഇന്ദിരാഗാന്ധി, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കരുത്തയായ ഉരുക്ക് പ്രധാനമന്ത്രി മിസ്സിസ് ഇന്ദിരാഗാന്ധി കണ്ട മാത്രയിൽ ചേർത്ത് പിടിച്ച യാസർ അറഫാത്ത്
ആ യാസർ അറഫാത്ത് അയാളെ ഈ ഫലസ്തീനിലേക്ക് വരുന്ന 1.5 മണിക്കൂർ യാത്രയുടെ ഇടയിൽ 17 പ്രാവശ്യം പിടിച്ചു നിർത്തി ശാരീരികമായും മാനസികമായും അദ്ദേഹത്തെ പീഡിപ്പിച്ചു വശം കെട്ടപ്പോ ഫലസ്തീനിലെത്തിയ ഉടനെ യാസർ അറഫാത്ത് പറഞ്ഞ ഒരു മറുപടിയുണ്ട്, സൂൺ ഐ വിൽ ജോയിൻ ഇൻ ഹമാസ്, എത്രയും പെട്ടെന്ന് ഞാൻ ഹമാസിൽ ചേരാൻ പോവുക. ചരിത്രം അറിയാത്തവരുണ്ടെങ്കിൽ അറഫാത്ത് പറഞ്ഞു, ഈ സംയമനം പറ്റില്ല, ഈ സമചിത്തത പറ്റില്ല, ഈ സഹനം പറ്റില്ല. ഇങ്ങനെയുള്ള അനുഭവമാണ് ഫലസ്തീനികൾ അനുഭവിക്കുന്നതെങ്കിൽ സൂൺ ഐ വിൽ ജോയിൻ ഇൻ ഹമാസ്, ഹമാസിന്റെ പക്ഷമാണ് ശരി എന്ന് പറഞ്ഞു. ആരാ പറഞ്ഞത്? കബീർ ബാക്കവിയല്ല, എന്നെ നെല്ലിക്കുന്നതല്ല, ഇവിടുത്തെ ഒരു മനുഷ്യനുമല്ല. ആരാണെന്നറിയോ? ഐക്യരാഷ്ട്രസഭയുടെ സമ്മേളന ഹാളിലേക്ക് കയറി ചെല്ലുമ്പോ ഒരു കയ്യിൽ AK-47 ആന്ധ്രേ കലേഷ്നിക്കേവ് തോക്കും കയ്യിൽ പിടിച്ച്, മറുകൈയിൽ സമാധാനത്തിന്റെ പ്രതീകമായ ഒലിവ് മരത്തിന്റെ കമ്പും പിടിച്ച്, ലോകരാഷ്ട്ര തലവന്മാരുടെ മുമ്പിൽ തന്റെ വെളുത്ത നിറത്തിലുള്ള കറുത്ത പുള്ളിയുള്ള കഫിയ ധരിച്ചിട്ട് 2 കൈയും ഉയർത്തിപ്പിടിച്ച്, ഞങ്ങളുടെ മക്കൾക്ക് ജീവിക്കാൻ ഒന്നുകിൽ ഞങ്ങൾ AK-47 എടുത്തിട്ട് വെടിയുതിർത്തണോ, അതല്ല ഞങ്ങൾ ഒലിവ് കമ്പ് പിടിച്ച് സമാധാനത്തോടെ ജീവിക്കണോ, എന്ത് ചെയ്യണമെന്ന് ലോകരാഷ്ട്രങ്ങൾ മറുപടി പറഞ്ഞാലല്ലാതെ ഐക്യരാഷ്ട്രസഭയുടെ നടുത്തളത്തിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോവില്ലെന്ന് പറഞ്ഞ ഫലസ്തീനിന്റെ വിമോചന പോരാളി യാസർ അറഫാത്താണ് പറഞ്ഞത്, സൂൺ ഐ വിൽ ജോയിൻ ഇൻ ഹമാസ്. ഇസ്രയേലിൽ നിന്ന് ഫലസ്തീൻ വരെ എത്തിയപ്പോ അദ്ദേഹത്തിന് തോന്നി ഹമാസ് ആണ് ശരിയെന്ന്. അതുകൊണ്ട് ഹമാസിനെ ഒറ്റപ്പെടുത്തുന്നവരോട്, ഹമാസ് ചോദിച്ചു വാങ്ങിയതാണെന്ന് പറയുന്നവരോട് ഞാൻ പറയുന്നു, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം പോലെ ഫലസ്തീനിൽ നടക്കുന്നത് ഫലസ്തീനികളുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടമാണ്. ഇത് അധിനിവേശത്തിനെതിരെയുള്ള പോരാട്ടമാണ്, ഇത് അക്രമത്തിനെതിരെയുള്ള പോരാട്ടമാണ്, ഇത് അനീതിക്കെതിരെയുള്ള പോരാട്ടമാണ്, ഇത് അസത്യത്തിനെതിരെയുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ 2ാം സ്വാതന്ത്ര്യ സമരം നടത്തുന്ന ഫലസ്തീനികളെ, ആ ഹമാസിന്റെ വക്താക്കളെ ഭീകരരെന്ന് പറയാൻ നിങ്ങൾ തീരുമാനിക്കുന്നുവെങ്കിൽ ഈ സന്ധ്യയെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ സായുധ പോരാട്ടം നടത്തിയ സുഭാഷ് ചന്ദ്രബോസ് വാഴ്ത്തപ്പെടുന്നുവെങ്കിൽ, പഴശ്ശിരാജ വാഴ്ത്തപ്പെടുന്നുവെങ്കിൽ, ടിപ്പു സുൽത്താൻ വാഴ്ത്തപ്പെടുന്നുവെങ്കിൽ, ഞാൻ പറയുന്നു ഇസ്മായിൽ ഹനിയയും സദറാനും ഹസനുൽ ഖുലൈബിയും ഉമർ തൽമസാനിയും അബ്ദുൽ ഖാദർ ജസായിരിയും ഉമർ മുഖ്താറും ഒക്കെ മുമ്പോട്ട് നയിച്ചതുപോലെ ഈ ഇസ്മായിൽ ഹനിയ, ഷെയ്ഖ് അഹമ്മദ് യാസീൻ, യഹ്യ സദറാൻ, ഈ ഫലസ്തീനിന്റെ ലേഡി ചഗ്വേര ലൈല ഖാലിദ് അവരടക്കമുള്ളവർ സ്വാതന്ത്ര്യ സമര പോരാളികളാണ് എന്ന് പറയാൻ ഈ സന്ധ്യയെ നമ്മൾ വിനിയോഗിക്കണം. അവർ സ്വാതന്ത്ര്യ സമരത്തിന്റെ പോരാട്ടമാണ്. നഷ്ടപ്പെട്ട ഭൂമിക്ക് വേണ്ടിയുള്ള പോരാട്ടം, അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം, തലചായ്ക്കാൻ ഒരു മണ്ണിന് വേണ്ടിയുള്ള പോരാട്ടം. ആ പോരാട്ടത്തെ മനസ്സാക്ഷി മരവിച്ച നരാധമന്മാരെ ഭീകരവാദം എന്ന് പറയുന്ന നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ എന്താണ് പറയേണ്ടത്? കിടപ്പാട് നഷ്ടപ്പെട്ടവൻ, മക്കളെ നഷ്ടപ്പെട്ടവൻ, ഭാര്യ നഷ്ടപ്പെട്ടവൻ, ഒരു മനുഷ്യൻ ഇന്ന് പലസ്തീനിന്റെ തെരുവിലൂടെ ഓടുന്നുണ്ട്, എന്റെ 4 മക്കളെ എനിക്ക് നഷ്ടപ്പെട്ടു പോയി. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഇടനെഞ്ചിലേക്ക് ബോംബ് വീണ് കൈകാലുകൾ തകർക്കപ്പെട്ട് ചിതറിക്കിറക്കുമ്പോ ആശുപത്രിയിൽ നിന്ന് ആ ഭാര്യ ഓടി വരുന്നുണ്ട്. അപ്പോഴാണ് മകൾ അപ്പുറത്തു നിന്ന് ഓടി വരുന്നത്. തന്റെ ഭർത്താവിന്റെ, തന്റെ മകളുടെ പിതാവിന്റെ ചിതറിത്തെറിച്ച ശരീരത്തിന്റെ മുമ്പിൽ ഉമ്മയും മോളും തമ്മിൽ സമാഗമം നടത്തുമ്പോ കെട്ടിപ്പിടിച്ചിട്ട് ആ ഉമ്മ പറയുന്നുണ്ട്, മോളെ വസ്തുഷ്ഹിദ അബൂഖ്, നിന്റെ വാപ്പ ഇതാ ഷഹീദായി, നിന്റെ വാപ്പ സ്വർഗത്തിലേക്ക് പോയിട്ടുണ്ട്. ഈ പറയാൻ കഴിയുന്ന വിധം ആ ഫലസ്തീനിലെ സ്ത്രീകളുടെ മനസ്സുകൾ പാകപ്പെട്ടെങ്കിൽ 75 വർഷമായിട്ട് അവർ അനുഭവിക്കുന്ന ദുരിതത്തിന് മുമ്പിലാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 30 ദിവസമായി വെള്ളമില്ല, 30 ദിവസമായി കരണ്ടില്ല, 30 ദിവസമായി വൈദ്യുതിയില്ല, 30 ദിവസമായി മരുന്നില്ല. ഈ കൈകാലുകൾ തകർക്കപ്പെട്ട് ആശുപത്രി ടേബിളുകളിലേക്ക് ഓപ്പറേഷൻ വരുന്ന രോഗികളെ ഓപ്പറേഷൻ ചെയ്യാൻ, വേദന സംഹാരി കൊടുക്കാൻ, വേദന ഇല്ലാതാകാനുള്ള മരുന്ന് കൊടുക്കാറില്ലാതെ, ഓപ്പറേഷൻ ചെയ്യാൻ വെളിച്ചമില്ലാതെ ഒരു ടോർച്ച് കടിച്ചു പിടിച്ചിട്ട് അതിന്റെ വെളിച്ചത്തിൽ ഓപ്പറേഷൻ ചെയ്യാൻ നിർബന്ധിക്കപ്പെട്ട ഡോക്ടർമാരുടെ ഭൂമി. അവരെങ്ങനെയാണ് പ്രതികരിക്കാതിരിക്കുക? അവരെങ്ങനെയാണ് അവരുടെ ഈ ശൈലിയെ മാറ്റാതിരിക്കുക? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് നമുക്ക് ചെയ്യേണ്ടത്, നമ്മുടെ ഇന്ത്യ അതൊന്നും ഫലസ്തീനൊപ്പമായിരുന്നു, നമ്മുടെ വിദേശ നയം അത് ഫലസ്തീനൊപ്പമായിരുന്നു. ഇതേവരെ
അതുകൊണ്ട് ഭാരതത്തിന്റെ ഭരണകൂടത്തോട് ഇന്ത്യയോടൊപ്പം ഇന്ത്യയുടെ ആ നയത്തോടൊപ്പം നിൽക്കണം. ഇന്ത്യ എന്ന് നിലനിന്നത് മുറിവേറ്റവനോടൊപ്പമാണ്. ഇന്ത്യ എന്ന് നിലവിട്ടത് ആക്രമിക്കപ്പെട്ടവനോടൊപ്പമാണ്. അശ്വത്ഥമാവിനൊപ്പമാണ് ഇന്ത്യ നിന്നത്. ചക്രവ്യൂഹത്തിൽ അകപ്പെട്ട അഭിമന്യുവിനെ കുറിച്ചാണ് ഇന്ത്യ എന്നും ചർച്ച ചെയ്തത്. അതുകൊണ്ട് മുറിവേറ്റവനോടൊപ്പം, അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടവനോടൊപ്പം, അസത്യങ്ങൾക്കെതിരെ ഒക്ടോബർ 7 ഹമാസ് മിസൈൽ വിട്ടപ്പോ പിറ്റേ ദിവസം ലോകത്തിന്റെ മുഴുവൻ മാധ്യമങ്ങളും അമേരിക്കയും പ്രചരിപ്പിച്ച ഒരു ചിത്രമുണ്ട്. 40ഓളം കുട്ടികളെ ഹമാസ് ഭീകരർ കഴുത്തെടുത്തു കൊന്നു. പിറ്റേ ദിവസം ജോ ബൈഡൻ തന്റെ ട്വിറ്ററിൽ അത് പ്രദർശിപ്പിച്ചു. ജോ ബൈഡൻ കൂടി അത് ഏറ്റെടുത്തപ്പോ, ജാരസന്താനത്തിന്റെ പിതാവ് അത് ഏറ്റെടുത്തപ്പോ ലോകം മുഴുവനും വിശ്വസിച്ചു. 3ാമത്തെ ദിവസം ജോ ബൈഡൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞു അത് ഫേക്കായിരുന്നു. പക്ഷെ അപ്പോഴേക്കും ആ അസത്യം ലോകം മുഴുവനും പ്രചരിച്ചു. ചിക്കാഗോയിലെ ഒരു കൊച്ചു വീട്ടിൽ 30 വർഷമായി തന്റെ ഫ്ളാറ്റിൽ സഹോദരങ്ങളെ പോലെ കഴിയുന്ന ഒരു ചിക്കാഗോക്കാരനും ഒരു പലസ്തീനിയുമുണ്ട്. 30 വർഷമായിട്ട് അയാളുടെ ഫ്ളാറ്റിലാണ്. ആ ചിക്കാഗോയിലെ ഉടമസ്ഥൻ ഫ്ളാറ്റ് ഉടമയെ വിളിച്ചു വരുത്തി. ഇറങ്ങി വന്നപ്പോൾ അയാളുടെ ഇടനെഞ്ചിന് നേരെ വെടിയുതിർത്ത് കൊന്നുകളഞ്ഞു. അയാൾ പറഞ്ഞത്, നിന്റെ നാട്ടുകാരാണ് 40 പിഞ്ചുങ്ങളുടെ കഴുത്തറുത്ത് കൊന്നത്, അതുകൊണ്ട് നിന്നോട് എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ ഒരു അസത്യത്തിന്റെ പേര് ആ മനുഷ്യൻ വഞ്ചിക്കപ്പെടുകയായിരുന്നു. അതുകൊണ്ട് കേരളത്തിന്റെ ചില പ്രൊഫൈലുകളോട് ഞാൻ പറയാൻ, നിങ്ങൾ പടച്ചുവിടുന്ന ഈ അസത്യങ്ങൾ ഒത്തിരി നിരപരാധികളെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും നമ്മുടെ രാജ്യത്തിന്റെ സൗഹാർദ്ദത്തെ തകർക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്ന് ഓർക്കുക. ജീവിതത്തിലുടനീളം അവസാനം വരെ ആക്രമിക്കപ്പെടുന്ന ഫലസ്തീൻ ജനതയോടൊപ്പം നിൽക്കാൻ, അവരോട് ചേർന്ന് നിൽക്കാൻ. അവിടെ പിഞ്ചു കുഞ്ഞുങ്ങൾ, 4000 കുഞ്ഞുങ്ങളാണ് കൊല ചെയ്യപ്പെട്ടത്. നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് അവർ കുഞ്ഞുങ്ങളെ കൊല്ലുന്നതെന്ന്? എല്ലാവരും പറയും കുഞ്ഞുങ്ങളെ കൊല്ലരുത്. ഐക്യരാഷ്ട്രസഭ പറഞ്ഞു കുഞ്ഞുങ്ങളെ കൊല്ലരുത്. എന്തുകൊണ്ടാണ് അവർ കൊല്ലുന്നതെന്നറിയോ? അവർക്ക് കൊല്ലേണ്ടത് ഈ കുഞ്ഞുങ്ങളെയാണ്. ഞാൻ എൻ്റെ 3ാമത്തെ യാത്രയിൽ സീനായ് പർവ്വതത്തിന്റെ മുകളിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരു ചെറിയ കൊച്ചുകുട്ടി 10 വയസ്സേ ഉള്ളൂ. അവൻ ഇങ്ങനെ പുസ്തക സഞ്ചി തൂക്കി നടന്നു പോവുകയാണ്. അവനെ കാണുമ്പോഴേ അറിയാം മനസ്സിന്റെ ഉള്ളിൽ ഞാൻ ഈ പറയുന്നത് കണ്ണുകൊണ്ട് കണ്ട സത്യങ്ങളെയാണ്. ആ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ കഴിയണം. നമുക്ക് നല്ല കണ്ണ് വേണം. ആ ചെറുപ്പക്കാരനോട് ഞാൻ ചോദിച്ചു, ആ കുട്ടിയോട്, മോനെ എവിടെ പോകുന്നു? സ്കൂളിൽ പോകുന്നു. മെല്ലെ അവന്റെ കൂടെ കൂടി, നിന്റെ വാപ്പ എവിടെ? അവൻ പറഞ്ഞു, ഈ ഇസ്രായേലിയർ ഇലാ റഹ്മത്തില്ല, എന്റെ വാപ്പ അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയായി. മോനെ, ഉപ്പയില്ലാത്ത മകന് പിന്നെ ഉമ്മയല്ലേ ഉള്ളൂ. ഉമ്മയും എന്റെ വാപ്പയുടെ കൂടെ പോയി. എന്റെ ഉമ്മയെയും ഉപ്പയെയും ഇവര് കൊന്നു കളഞ്ഞു. 3ാമത് ചോദിച്ചു, മോനെ ഇനി നിന്റെ കൂടപ്പിറപ്പുകൾ എന്തേ? അവിടെയും പോയി, അവരും പോയി. അനാഥനായ ഒറ്റയ്ക്കായി പോയി അവന്റെ തോളിലേക്ക് കൈയിട്ട് കണ്ണ് നിറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു, മോനെ നീ ഞങ്ങളുടെ നാട്ടിലേക്ക്, ഇന്ത്യയിലേക്കോ, അവിടെ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഞാൻ അവിടെ കൊണ്ടുപോയി നിന്നെ പഠിപ്പിച്ച് നല്ല ഡോക്ടറും എഞ്ചിനീയറും ആക്കാം. നീ വരുന്നു എന്ന് ചോദിച്ചപ്പോ ആ കുട്ടി എന്റെ മുഖത്തേക്കൊരു നോട്ടം നോക്കി. എന്നിട്ട് അവൻ എന്റെ തോളിലെ കൈ തട്ടിമാറ്റി. അവൻ എന്നോട് ചോദിച്ചു, ഡോക്ടറും എഞ്ചിനീയറും ആകാൻ നിന്റെ കൂടെ വന്നാൽ എനിക്കെങ്ങനെയാണ് ഷഹീദാവാൻ കഴിയുക? ഞാൻ എൻ്റെ വാപ്പയും ഉമ്മയും എൻ്റെ കൂടപ്പിറപ്പുകളും പോയ സ്വർഗത്തിലേക്ക് ഷഹീദാവാൻ ഒരു അവസരവും നോക്കി നടക്കാൻ ഞാൻ എങ്ങനെ രക്തസാക്ഷിയാകും എന്ന് ചോദിച്ച 10 വയസ്സുകാരനെ. അവനെയാണ് ഇസ്രായേലിന് പേടി. അവനെയാണ് ഇസ്രായേലിന് പേടി. ആ പേടിയുടെ മുകളിലാണ് വളർന്നു വരുന്ന ഒരു തലമുറ തങ്ങളുടെ സ്വസ്ഥത കെടുത്തുമെന്നുള്ള ബോധത്തിന്റെയും ബോധ്യത്തിന്റെയും പേരിലാണ് ആ കുഞ്ഞുങ്ങളെ അവർ ലക്ഷ്യം വയ്ക്കുന്നത്. അവർ പലസ്തീനെ 2ആയി മുറിച്ചു. ആ മുറിച്ചിട്ട് അവർ വലിയ മതിൽ കെട്ടി. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ എംപിക്കും സംസാരിക്കേണ്ടതുണ്ട്. ഒരു കാര്യവും കൂടി, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട സത്യത്തെ, ഞാൻ താമസിച്ച ജെറൂസലേമിലെ ഹോട്ടലിന്റെ ജനാലയിലൂടെ നോക്കുമ്പോൾ അവർ ഇസ്രായേലിനെയും പലസ്തീനെയും 2ആയി വേർതിരിക്കുന്ന ഒരു വലിയ മതിലുണ്ട്. 15 മീറ്ററോളം ഉയരമുണ്ട് അതിന്. ഈ കാണുന്ന കെട്ടിടത്തിന്റെ ഉയരമുണ്ട്. ആ ചുവരിന്റെ ചാടെ പോയി ഒന്ന് നോക്കി നിന്നാൽ ഫലസ്തീനിനെ അറിയാം. ആ ചുവരുകളിലൊക്കെ അവിടെ കുറെ അറബി ഭാഷയിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്തെന്നറിയോ? സംസ്ഥാന സമ്മേളനമെന്നല്ല, ജനസമ്പർക്ക പരിപാടി എന്നല്ല, സ്വാതന്ത്ര്യ സമര ചിന്തകളെന്നല്ല. അവിടെ എഴുതുന്നുണ്ട് ഒരു പെൺകുട്ടി, എൻ്റെ പേര് സോഫിയ, എൻ്റെ പേര് സോഫിയ, ഇവിടെയായിരുന്നു എൻ്റെ വീട്. എൻ്റെ കാല് തളർന്നു പോയ എൻ്റെ പിതാവും എൻ്റെ ഭർത്താവും എൻ്റെ 2 മക്കളുമായി രാത്രിയിൽ ഞാൻ സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ എൻ്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നു. എൻ്റെ വാപ്പ കട്ടിലിൽ കാലുകൾ തളർന്നു കിടക്കാൻ, ഒരു കാല് നഷ്ടപ്പെട്ട മനുഷ്യൻ. ഭക്ഷണം എൻ്റെ മക്കളുടെ വായിലേക്ക് വെച്ചപ്പോഴാണ് ബുൾഡോസറിന്റെ ശബ്ദം കേട്ടത്. വാതിൽ തുറന്നു നോക്കുമ്പോൾ വാ പിളർന്നിട്ട് ആ കൂട്ടൻ യന്ത്രം എൻ്റെ വീട് തകർക്കാൻ വരികയാണ്. ഞാൻ കയ്യരുത്തി യാചിച്ചിട്ട് ആ കിങ്കരന്മാർ ചെവിക്കൊണ്ടില്ല. ഞാൻ എൻ്റെ മക്കളെ 2 മക്കളെയും കയ്യിലെടുത്ത് ഓടി. തളർന്നു കിടക്കുന്ന എൻ്റെ പിതാവിനെ, എൻ്റെ പിതാവ് പോളിയോ വന്ന് തളർന്നതല്ല, എൻ്റെ പിതാവിന് ഡയബറ്റീസ് കൂടി തളർന്നതല്ല,
ഈ കിരാതന്മാർ എന്റെ പ്രിയപ്പെട്ട പിതാവിനെ വെടിവെച്ചിട്ടതാണ്. ഇവിടെ എഴുന്നേറ്റോടാൻ കഴിയാതെ തളർന്നു പോയ കാലുകളുമായി ആ കട്ടിലിൽ എന്റെ പിതാവ് അല്ലാ എന്ന് വിളിക്കുമ്പോ യന്ത്ര കൈകൾ എന്റെ പിതാവിനെ കട്ടിലിനോടും ചുമരിനോടുമൊപ്പം അവർ മണ്ണിലേക്ക് ആഴ്ത്തിക്കളഞ്ഞിരുന്നു. എന്റെ പിതാവിന്റെ നിലവിളി പോലും ഞാൻ അവസാനം കേട്ടില്ല. എന്റെ 2 മക്കളെ അവർ കൊന്നുകളഞ്ഞു. എന്റെ ഉപ്പയുടെയും എന്റെ 2 മക്കളുടെയും രക്തവും എന്റെ കണ്ണീരും ഒഴുകുന്ന സ്ഥലത്താണ് ഈ മതിൽ നിർമ്മിച്ചത് എന്ന് കിലോമീറ്ററുകൾ നീളമുള്ള മതിലിന്റെ ഓരോ മീറ്ററുകളുടെ ഇടയിലും ഫലസ്തീനികൾ അവരുടെ ചരിത്രം എഴുതുന്നുണ്ട്. വായിച്ചു നോക്കാൻ കണ്ണുള്ളവരെ വായിച്ചു നോക്കുക. മനസ്സിൽ അർബുദം ബാധിക്കാത്തവരെ ചരിത്ര സത്യത്തെ തേടുക. എന്നിട്ടും മനുഷ്യത്വത്തിനോടൊപ്പം നിൽക്കുക. കാസർഗോഡ് സംയുക്ത ജമാഅത്ത് നടത്തിയ ഈ ഐക്യദാർഢ്യ റാലി, ഈ ഒരു വലിയ മഹാസമുദ്രം അബൂബക്കറിച്ച കുറേ പ്രാവശ്യം എന്നെ വിളിച്ചു. ഞാൻ ഒഴിവ് മറ്റു മാറിയെങ്കിലും അദ്ദേഹത്തിന്റെ സ്നേഹത്തോടെയുള്ള വിളിയിൽ ഇവിടെ എത്തിയതിൽ ചാരിതാർത്ഥ്യമുണ്ട്. ഇത് കാസർഗോഡ് മാത്രമല്ല, ഹിന്ദു രാഷ്ട്രമായ നേപ്പാളിൽ ഇന്ന് നടക്കുന്നുണ്ട് ഇസ്രായേൽ വിരുദ്ധ റാലി. ടെല്ലവീവിന്റെ തെരുവോരങ്ങളിൽ ജൂതന്മാര് പോലും പറയുന്നുണ്ട് ഇത് അനീതിയാണ്. അമേരിക്കയിൽ, ലണ്ടനിൽ, ചിക്കാഗോയിൽ, സാൻ ഫ്രാൻസിസ്കോയിൽ, ജനീവയിൽ ലോകം മുഴുവനും ആളുകൾ അരുത എന്ന് പറയുമ്പോൾ ആ ജനമഹാസഞ്ചയത്തിന്റെ കൂടെ നമ്മൾ കൂടുന്നതിനോടൊപ്പം ഈ ഐക്യദാർഢ്യ റാലി മാത്രമല്ല, ഫലസ്തീനികളെ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുന്ന, നമ്മുടെ മാതാപിതാക്കളെ അപമാനിക്കുന്ന, ആ രക്തത്തിന് വളം നൽകുന്ന ഇസ്രായേൽ ഉൽപ്പന്നങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി ബഹിഷ്കരിച്ച് ഫലസ്തീനികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം. അതാണ് യഥാർത്ഥ രീതി എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഒരുമിച്ച് കൂടി എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന ദുആയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.